സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വാട്സപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരുള്ള സന്ദേശ പ്രവാഹമാണ്. എങ്ങനെയാണ് സർക്കാർ ജീവനക്കാരുടെ നമ്പർ ലഭിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ജീവനക്കാർ അറിയാതെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഡാറ്റാസ് മറ്റൊരു സ്വകാര്യ ഏജൻസിക്ക് അത് കൈമാറുക എന്ന് പറയുന്നത് പരം ഒരു ചതി. കഴിഞ്ഞ കാലങ്ങളിൽ കിറ്റ് കൊടുത്തതുപോലെയാണെന്ന് തോന്നുന്നു. ശരിക്കും DA വിഷയവും സർക്കാർ നോക്കിക്കാണെന്ന് തോന്നുന്നു. ജീവനക്കാരന് എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ ശാന്തരാക്കുക അല്ലെങ്കിൽ സമാധാനപ്പെടുത്തുക. ഇത് DA തന്നെ ഏകദേശം എത്രയോ മാസത്തെ കുടിശ്ശികയാണ് ജീവനക്കാരന് ലഭ്യമാകുന്നത്. KSRTC നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് വലിയ വാർത്തയാണ്. വ്യക്തിഗത വിവരങ്ങൾ ശരിക്കും ചോർത്തപ്പെട്ടിരിക്കുകയാണ്. ഇത് വലിയൊരു തട്ടിപ്പിന് വേണ്ടി സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വാട്സപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരുള്ള സന്ദേശ പ്രവാഹമാണ്. എങ്ങനെയാണ് സർക്കാർ ജീവനക്കാരുടെ നമ്പർ ലഭിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതുകൂടാതെ ആരാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് എന്നുള്ളതുമാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഔദ്യോഗിക ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്നുമാണ് ഇത്തരത്തിൽ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് NGO സംഘിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പ്രദീപ് പുള്ളിത്തല. വളരെ തെറ്റായ ഒരു സമീപനമാണ് സർക്കാർ ഈ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആണ് NGO സംഘം ആവശ്യപ്പെടുന്നത്. അത് അന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ ഡാറ്റാ ബാങ്ക് സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പളവും അവരുടെ മറ്റ് അലവൻസും മറ്റ് കാര്യങ്ങൾക്കും സ്ഥലം മാറ്റ സംവിധാനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ ഏൽപ്പിക്കുന്ന അവരുടെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ സർക്കാർ തന്നെ ചോർത്തി രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജീവനക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെതിരെയാണ് NGO സംഘിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഇത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനുവേണ്ടി സർക്കാർ തയ്യാറാവണം. അതാണ് NGO സംഘിൻ്റെ ആവശ്യം. ഈ നമ്പർ എങ്ങനെ ലഭിച്ചു എന്നാണ് നിങ്ങൾ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഈ സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നമ്പർ മാത്രമല്ല, നമ്മുടെ ആധാർ, KYC, നമ്മുടെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സർവീസ് ബുക്കിലുണ്ടായിരുന്ന മുഴുവൻ വിവരങ്ങളും ഈ സ്പാർക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ജീവനക്കാരുടെ ധാരണ എന്ന് പറയുന്നത് അത് ശരിക്കും ഈ നമ്മുടെ വേതന സേവന വ്യവസ്ഥകൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നുള്ള ആണ് ജീവനക്കാരുടെ വിഷയം. പക്ഷേ ഇത് സർക്കാർ അവർ തന്നെ അറിയാതെ, ജീവനക്കാർ അറിയാതെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഡാറ്റാസ് മറ്റൊരു സ്വകാര്യ ഏജൻസിക്ക് അത് കൈമാറുക എന്ന് പറയുന്നത് പരം ഒരു ചതി. മറ്റൊരു ജീവനക്കാരോട് മറ്റെന്തെങ്കിലും തരത്തിൽ കാണിക്കുവാൻ വേണ്ടി സർക്കാരിന് സാധിക്കുമോ? സർക്കാർ ജീവനക്കാരന് അവൻ്റെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ സൈബർ ഇപ്പോഴത്തെ നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഈ മറ്റൊരു സ്വകാര്യ ഏജൻസിക്ക്, സർക്കാരിന് യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്വകാര്യ ഏജൻസിക്ക് കൊടുത്ത് അത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് വെച്ചുകൊണ്ട് ഈ ഓരോ വ്യക്തികളുടെയും പേര് വെച്ചുകൊണ്ട് വാട്സപ്പ് ഡീറ്റെയിൽസ് അവരിലെത്തുമ്പോൾ അവർ ഞെട്ടിപ്പോകുന്നത് എന്താണ് സംഭവം. അപ്പോൾ ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് ഇവരുടെ കൈകളിലേക്ക്, സ്വകാര്യ ഏജൻസികളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. എത്ര പ്രതിഷേധകരമായിട്ടുള്ള ഒരു സംഭവമാണ് സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത്. സന്ദേശം എന്താണ് ലഭിച്ചിരിക്കുന്നത്? പറയുന്നത് അത് എല്ലാവരുടെയും പേര് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ എൻ്റെ പേരാണെങ്കിൽ എൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ DA കുടിശ്ശിക നൽകിയെന്നാണ് പറയുന്നത്. DA ഞങ്ങൾക്ക് നൽകിയെന്നാണ് പറയുന്നത്. ഇനി ശമ്പളം നൽകുന്നു, DA നൽകുന്നതൊക്കെ വലിയ വാർത്തയാണ്. ബഡ്ജറ്റിലൂടെയാണ് ശരിക്കും DA പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ശരിക്കും DA എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നൽകേണ്ട സർക്കാരിന് ജീവനക്കാരന് അവകാശപ്പെട്ടൊരു സംഗതിയാണ്. അത് കൊടുക്കേണ്ടതാണ്. ഇപ്പോഴേ ബഡ്ജറ്റിലൂടെയാണ് ഇപ്പോൾ DA കിട്ടണമെങ്കിൽ തന്നെ ബഡ്ജറ്റിനെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ജീവനക്കാരനെത്തി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ജീവനക്കാരനെത്തിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കിറ്റ് കൊടുത്തതുപോലെയാണെന്ന് തോന്നുന്നു. ശരിക്കും DA വിഷയവും സർക്കാർ നോക്കിക്കാണെന്ന് തോന്നുന്നു. ജീവനക്കാരന് എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ ശാന്തരാക്കുക അല്ലെങ്കിൽ സമാധാനപ്പെടുത്തുക. ഇത് DA തന്നെ ഏകദേശം എത്രയോ മാസത്തെ കുടിശ്ശികയാണ് ജീവനക്കാരന് ലഭ്യമാകുന്നുണ്ട്. ഏകദേശം 192
മാസം അടുപ്പിച്ചുകൊണ്ടൊരു വലിയ കുടിശ്ശിക വലിയൊരു പണമാണ് സർക്കാർ ജീവനക്കാരൻ്റെ പോക്കറ്റ് അടിച്ചിരിക്കുന്നത് തന്നെ. ഇത് സമയങ്ങളിൽ ഇപ്പോൾ KSRTC നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇപ്പോൾ വലിയ വാർത്തയാണ്. അതേപോലെ തന്നെയാണ് DA കൊടുക്കുന്നത് വലിയ വാർത്തയായിട്ട്, അതൊരു വലിയ അഭിമാനമായിട്ടൊക്കെ കാണാൻ സർക്കാർ കാണുന്നത്. ജീവനക്കാർ ഇതൊക്കെ വളരെ പുച്ഛത്തോടുകൂടിയാണ് തള്ളിക്കളയുന്നത്. ഇതൊന്നും ജീവനക്കാരന് കാലാകാലങ്ങൾ കൊടുക്കാൻ DA അതിന് കൊടുക്കാതിരുന്നിട്ട് എപ്പോഴെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു PR വർക്കിലൂടെ അത് ജീവനക്കാരൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജായിട്ട് എത്തുമ്പോൾ എത്ര തരം താഴ്ന്ന പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ ചിന്തിക്കുകയാണ്. സത്യത്തിലെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ ശരിക്കും ചോർത്തപ്പെട്ടിരിക്കുകയാണ്. അത് സർക്കാർ പിന്നെ ഒരു അന്വേഷണം, ഇത് ഏത് ഏജൻസിക്കാണ് കൊടുത്തത് ജീവനക്കാരൻ അറിയണ്ടേ. ഇനി നാളുടെ കാലത്ത് അവന് ഭാവിയിൽ ഈ അക്കൗണ്ടുമായിട്ട് ഇല്ലെങ്കിൽ അവൻ്റെ ഡീറ്റെയിൽസ് പിന്നെ വളരെ സേഫ് ആണെന്ന് എങ്ങനെ ധരിച്ച് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും? ഇത് എവിടെയൊക്കെ പോകാൻ ഇത് സ്വകാര്യ ഏജൻസിക്ക് സർക്കാരുമായിട്ട് ബന്ധമില്ലാത്ത സ്വകാര്യ സ്പാർക്കാണെന്ന് പറയുന്നത്. സ്പാർക്കും നമ്മുടെ മേലധികാരികളും നമ്മുടെ ശമ്പളം അനുവദിക്കുന്ന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിനെ മൊത്തത്തിൽ ജീവനക്കാരുടെ മൊത്തം വിവരങ്ങളും മറ്റൊരു ഏജൻസിക്ക് കൈമാറുന്നത്. മെഡിസെപ്പ് പദ്ധതി വന്നപ്പോഴത്തേക്ക് ഇതേപോലെ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. മെഡിസെപ്പ് പദ്ധതിയിലുണ്ടായിരുന്ന നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അത് ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ആശങ്ക രേഖപ്പെടുത്തുന്ന സർക്കാരിനോട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ സർക്കാർ തന്നെ നേരിട്ട് ഇത് ചെയ്തൊക്കെയാണ്. ഇത് വലിയൊരു തട്ടിപ്പിന് വേണ്ടി സർക്കാർ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സാമ്പത്തിക നഷ്ടവും ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള എന്തെങ്കിലും മാനഹാനിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈബർ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം LDF സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി എന്തെങ്കിലും NGO സംഘിൻ്റെ പരാതി സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. NGO സംഘം ഈ നിയമ വ്യവഹാരങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഞങ്ങളത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇത് എവിടെയാണ് 2023 സൈബർ നിയമവുമായിട്ട് കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമവും ചട്ടവും എല്ലാം ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പരാതിയും എല്ലാം തന്നെ ഈ ജീവനക്കാരുടെ അവരുടെ ജീവിത പ്രശ്നമല്ലേ, അത് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. NGO സംഘത്തിന് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അത് ഞങ്ങൾ വേണ്ട രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യാൻ സംശയമുണ്ട്. ഈ കമ്പനിക്ക് ഈ നമ്പറുകളും മറ്റ് ഡാറ്റകളും ചോർത്തി നൽകിയത് താൽക്കാലിക ജീവനക്കാരാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് ശരിയാണ്? ഈ സ്പാർക്കിൽ ഏകദേശം പേരെല്ലാം തന്നെ അങ്ങനെ സ്വകാര്യ അവരുടെയും ഏജൻസികളും അങ്ങനെ അവരുടെ താല്പര്യമുള്ള ആൾക്കാരും അവരുടെ താൽക്കാലിക ജീവനക്കാരൊക്കെ തന്നെയാണ്. ഈ സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സർക്കാർ ജീവനക്കാരന് മറ്റൊരു സർക്കാർ ജീവനക്കാരൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാൻ പറ്റും? അത് നാളെ അവനെയും ബാധിക്കുന്നൊരു വിഷയമല്ലേ. സർക്കാരിൻ്റെ ശ്രമത്തോടുകൂടി CMൻ്റെ ഓഫീസാണ് ഇതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CMൻ്റെ ഓഫീസ് നേരിട്ട് ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയായിട്ട് ജീവനക്കാരർക്ക് ഞങ്ങൾ എന്തോ ചെയ്യുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടി ഉള്ളൊരു വലിയൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നു. നമ്മുടെ ജീവനക്കാരുടെ വിവരങ്ങളെല്ലാം ചോർത്തപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഏറെ ഗുരുതര സ്വഭാവമുള്ള ഒരു സംഭവമാണ് നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങളാണ്, അതായത് സർക്കാർ ജീവനക്കാരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെയാണ് സംസ്ഥാന സർക്കാർ ചോർത്തി മറ്റൊരു കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ഈ ചോർത്തി നൽകിയത് താൽക്കാലിക ജീവനക്കാരാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. ജീവനക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പ്, കുടുംബ പശ്ചാത്തലം, ബാങ്ക് അക്കൗണ്ടിന്റെ സ്ഥിതി എന്താണ്, സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നിങ്ങനെയുള്ള A to Z കാര്യങ്ങളാണ് നിലവിലിപ്പോൾ ചോർത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ നിലവിൽ ഉയർത്തുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.